ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. 7 വീടുകൾ പൂർണ്ണമായും 102 വീടുകൾ ഭാഗികമായും തകർന്നു. 54 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ചയും അവധി. കനത്ത മഴയെ തുടർന്ന് മനക്കൊടി പുള്ള്, കോടന്നൂർ, നെടുപുഴ റോഡുകളിൽ വെള്ളം കയറി. പൊതുമരാമത്ത് വകുപ്പ് ഈ വഴിയുള്ള ഗതാഗതം നിരോധിച്ചു. ചൂരക്കാട്ടുകര തീയം പാടശ്ശേരി റോഡിലും വെള്ളം കയറി. പുതുക്കാട് KSRTC ബസ്സടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കാഞ്ഞൂർ സ്വദേശിനി സിന്ധുവാണ് മരിച്ചത്. അപകടം മകളെ ബസ് കയറ്റിവിട്ട ശേഷം സ്കൂട്ടറിനടുത്തേക്ക് വരുന്നതിനിടെ കടവല്ലൂർ പാടത്ത് കാർ നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞു. കാർഷിക വൃത്തിയിലേർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് നൽകുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി T. സിദ്ദിഖ്. കോൾ നിലങ്ങളിലെ കൃഷിയുടെ പൂർണ്ണതയ്ക്ക് ആവശ്യമായ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പുവരുത്തുമെന്നും മന്ത്രി. തൃശൂർ കുറുപ്പം റോഡിലെ കോർപ്പറേഷന്റെ നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞ് വ്യാപാരികൾ. കാനയ്ക്ക് മുകളിലെ കോൺക്രീറ്റിംഗ് അശാസ്ത്രീയമെന്ന് പ്രതിപക്ഷം. നടപ്പാത നിർമ്മാണമെന്ന് മേയറുടെ വിശദീകരണം. പുതുക്കാട് സെന്റർ വികസനത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടണമെന്ന ആവശ്യം ശക്തം. സർവീസ് റോഡുകളുടെ പണി പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം മേൽപ്പാലം പണി ആരംഭിച്ചാൽ മതിയെന്നും നിർദ്ദേശം. ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിലെ നഷ്ടപരിഹാര തുകയ്ക്ക് സ്പോൺസറെ കണ്ടെത്താൻ നീക്കവുമായി ദേവസ്വം ബോർഡ്. നഷ്ടപരിഹാരം നൽകേണ്ടി വരിക 600 കോടിയോളം രൂപ. വാർത്തകൾ വിശദമായി. ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. ജില്ലയിൽ ഇതുവരെ 7 വീടുകൾ പൂർണ്ണമായും 102 വീടുകൾ ഭാഗികമായും തകർന്നു. ചാലക്കുടി, ചാവക്കാട്, മുകുന്ദപുരം താലൂക്കുകളിൽ പ്രവർത്തിക്കുന്ന 5 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി നിലവിൽ 54 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ജൂൺ 4 മുതൽ ഓഗസ്റ്റ് 3 വരെ ജില്ലയിലാകെ 1211.39 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് വിവിധ അപകടങ്ങളിൽപ്പെട്ട് ജില്ലയിൽ 13 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. KICBക്ക് 2.23 കോടിയിലധികം രൂപയുടെ നഷ്ടവും കാർഷിക മേഖലയിൽ 28.35 ലക്ഷം രൂപയുടെ നാശനഷ്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾക്ക് 3.31 ലക്ഷത്തിലധികം രൂപയുടെ കേടുപാടുകൾ സംഭവിച്ചു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമില്ല. കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നു. ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ താഴ്ന്ന പ്രദേശങ്ങളായ കാറളം, അരിമ്പൂർ, പാറളം, അന്തിക്കാട്, മണലൂർ, ചാഴൂർ, ചേർപ്പ്, താന്യം എന്നീ പഞ്ചായത്തുകളിലും പ്രദേശത്തെ കോൾ പടവുകളിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ചിമ്മിനി ഡാമിൽ ജലനിരപ്പ് ഉയരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 68.78 മീറ്ററാണ് ജലനിരപ്പ്. 97.26 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് ഡാമിൽ സംഭരിച്ചിരിക്കുന്നത്. ഇത് ഡാമിലെ മൊത്തം സംഭരണശേഷിയുടെ 64.18%. ഇപ്പോഴും കഴിഞ്ഞ വർഷത്തേക്കാൾ വെള്ളം കുറവാണ് ഡാമിൽ സംഭരിച്ചിട്ടുള്ളത്. 76.70 മീറ്ററാണ് ചിമ്മിനിയിലെ പരമാവധി ജലനിരപ്പ്. കനത്ത മഴയിൽ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ വെള്ളക്കെട്ട്. ചുറ്റമ്പലവും ഊട്ടുപുരയുടെ വശങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടിലാണ്. പ്രദക്ഷിണ വഴിയിൽ വെള്ളം നിറഞ്ഞ നിലയിലാണ്. മഴ ഇനിയും തുടരുകയാണെങ്കിൽ കൂടുതൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. ക്ഷേത്രത്തിനു മുന്നിലെ പാടശേഖരങ്ങൾ വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്.
കനത്ത മഴയിൽ വേലൂർ പഴവൂരിൽ വീട് ഭാഗികമായി തകർന്നു. പടിക്കൽ പുരയ്ക്കൽ ജയന്റെ ഓടിട്ട വീടാണ് തകർന്നത്. തുടർച്ചയായി പെയ്ത മഴയിൽ വീടിന്റെ ചുമര് നനഞ്ഞു കുതിർന്ന് തകർന്നു വീഴുകയായിരുന്നു. വീടിന്റെ അടുക്കളയുടെ ഭാഗമാണ് തകർന്നത്. ജയനും അമ്മ കാർത്തിയായനിയുമാണ് വീട്ടിൽ താമസിക്കുന്നത്. പഞ്ചായത്ത് അംഗം AS ചന്ദ്രൻ സ്ഥലത്തെത്തി ഇവരെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റി. കനത്ത മഴയിൽ കടങ്ങോട് വീട്ടുകിണർ ഇടിഞ്ഞു താണു. പത്തൊടിയിൽ പുത്തൻപീടിയിൽ ഹനീഫിയുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു വീണത്. വലിയ ശബ്ദത്തോടെയാണ് കിണറിടിഞ്ഞത്. വീടിനോട് ചേർന്ന് മുൻവശത്താണ് കിണർ സ്ഥിതി ചെയ്യുന്നത്. മോട്ടോർ പമ്പ് സെറ്റും മണ്ണിനടിയിലായി. ശക്തമായ മഴയിൽ പോർക്കുളം കല്ലഴിക്കുന്ന് ഹോരേബ് ഹാളിന്റെ ശുചിമുറി തകർന്നു വീണു. ഹാളിന്റെ പിൻവശത്തെ ശുചിമുറി പൂർണ്ണമായി സമീപത്തെ മണ്ടുമ്പാൽ എസ്തറിന്റെ വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. കല്ലഴിക്കുന്ന് എലപ്പുള്ളി രാധയുടെ വീടിന്റെ പിൻഭാഗവും മഴയിൽ ഇടിഞ്ഞു വീണു. കനത്ത മഴയെ തുടർന്ന് മനക്കൊടി പുള്ള് കോടന്നൂർ നെടുപുഴ റോഡുകളിൽ വെള്ളം കയറി. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴവെള്ളം ഒഴുകിയെത്തിയതോടെയാണ് മനക്കൊടിയിൽ നിന്ന് പുള്ളിലേക്കും കോടന്നൂർ താണിക്കമുനയത്ത് നിന്ന് നെടുപുഴയ്ക്കുമുള്ള റോഡുകളിൽ വെള്ളം കയറിയത്. മനക്കൊടി പുള്ളു റോഡ് ദീർഘദൂരത്തിൽ വെള്ളത്തിൽ മുങ്ങി. ശാസ്താംകടവ് റോഡിലും വെള്ളം കയറി. മഴ തുടർന്നാൽ മനക്കൊടിയിൽ നിന്ന് പുള്ളിലേക്കും ശാസ്താംകടവിലേക്കുമുള്ള റോഡുകൾ അടച്ചിടേണ്ടി വരും. മനക്കൊടിയിൽ നിന്ന് പുള്ളിലേക്കുള്ള റോഡ് 1/2 കിലോമീറ്ററോളം ദൂരം താഴ്ന്നു കിടക്കുന്നതിനാലാണ് പെട്ടെന്ന് വെള്ളത്തിൽ മുങ്ങി ഗതാഗതം നിരോധിക്കേണ്ട സ്ഥിതി എല്ലാ വർഷവും ആവർത്തിക്കുന്നത്. മഴക്കാലത്ത് ജില്ലയിൽ ആദ്യം വെള്ളം കയറി അടച്ചിടുന്ന റോഡാണിത്. ഇതുമൂലം ചാഴൂർ, താന്യം, പാറളം പഞ്ചായത്തുകളിലെ നിരവധി യാത്രക്കാർ ദുരിതത്തിലാവുകയാണ്. പുള്ളിലെ ടൂറിസം കേന്ദ്രങ്ങൾക്കും റോഡ് മുങ്ങുന്ന സാഹചര്യം ഭീഷണിയാണ്. ഈ റോഡ് 1/2 മീറ്റർ ഉയർത്തി പുനർനിർമ്മിച്ചാൽ തീരുന്ന പ്രശ്നത്തിന് നിരവധി വർഷങ്ങളായി നിവേദനങ്ങളും സമ്മർദ്ദങ്ങളുമായി അധികൃതരെ സമീപിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിൽ ജനരോഷം ശക്തമാവുകയാണ്. TCV തൃശൂർ. മനക്കൊടി പുള്ളു റോഡ്, മനക്കൊടി ശാസ്താംകടവ് റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് ഈ വഴിയുള്ള ഗതാഗതം നിരോധിച്ചു. 3 റോഡിലൂടെ വെള്ളം കവിഞ്ഞൊഴുകുന്നത്. 1.5 അടിയോളം ഉയരത്തിലാണ് വെള്ളം ഒഴുകുന്നത്. റോഡിന്റെ ഉയരക്കുറവ് മൂലമാണ് എല്ലാ വർഷവും വെള്ളം കവിഞ്ഞൊഴുകുന്നതും ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും. മനക്കൊടി അഞ്ചുമുറി കോൾപ്പടവിൽ മത്സ്യകൃഷിക്കായി സ്ലൂയിസുകൾ അടച്ചതിനാൽ പടവിൽ വെള്ളം നിറഞ്ഞ സമീപത്തെ ഏതാനും വീടുകളിലേക്ക് കയറിയതിനാൽ ചില കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അരുമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ചീപ്പ് പൊളിച്ച് വെള്ളം വാര്യംകോളിലേക്ക് ഒഴുക്കിവിട്ടു. ഇവിടെ നിന്നുള്ള വെള്ളം മറ്റു പടവുകൾ വഴി മണലൂർ പടവിലേക്ക് പോകാനുള്ള സൗകര്യത്തിനായി 6-ാം കല്ല് പെരുമ്പുഴ ചെറിയ പാലത്തിനു സമീപമുള്ള കഴയും പൊളിച്ചു. തോട്ടുപുര പടവിലെ കഴയാണ് ഇനി തുറക്കാനുള്ളത്. ചൂരക്കാട്ടുകര തീയം പാടശ്ശേരി റോഡിൽ വെള്ളം കയറി. ഇതേ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. മകളെ ബസ് കയറ്റിവിട്ട ശേഷം സ്കൂട്ടറിനടുത്തേക്ക് നടന്നുപോയ സ്ത്രീ KSRTC ബസ്സിടിച്ച് മരിച്ചു. പുതുക്കാട് കാഞ്ഞൂർ സ്വദേശി പൊരന്തരപ്പള്ളി വീട്ടിൽ റോയ്സന്റെ ഭാര്യ 48 വയസ്സുള്ള സിന്ധുവാണ് മരിച്ചത്. രാവിലെ പുതുക്കാട് സെന്ററിലായിരുന്നു അപകടം. ചാലക്കുടിക്ക് പോയിരുന്ന പ്രിയദർശിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പുതുക്കാട് സ്റ്റോപ്പിൽ നിന്ന് മുന്നിലേക്കെടുക്കുന്നതിനിടെ ബസ് ഡ്രൈവർക്ക് തലകറക്കം അനുഭവപ്പെടുകയായിരുന്നു. നിയന്ത്രണം വിട്ട ബസ് വഴിയോരത്തു കൂടി നടന്നു പോകുകയായിരുന്ന സിന്ധുവിനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം ദേശീയപാതയോരത്തുള്ള ചായക്കടയിലേക്ക് ഇടിച്ചുകയറി. റോഡിൽ വീണ സിന്ധുവിന്റെ തലയിലൂടെ ബസിന്റെ പിൻചക്രങ്ങൾ കയറിയിറങ്ങി. ബസ് പാഞ്ഞു വരുന്നത് കണ്ട് ചായക്കടയുടെ മുൻപിൽ നിന്നിരുന്ന ആൾക്ക്
ഓടിമാറുന്നതിനിടെ വീണ് പരിക്കേറ്റു. ചായക്കടയുടെ കോൺക്രീറ്റ് ഭിത്തിയിൽ ഇടിച്ചാണ് ബസ് നിന്നത്. പരിക്കേറ്റ സിന്ധുവിനെയും ബസ് ഡ്രൈവറെയും നാട്ടുകാർ ചേർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സിന്ധുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. രാജഗിരി ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന മകൾ ആൻമരിയെ ബസ് കയറ്റിവിട്ട ശേഷം നടന്നുവരുന്നതിനിടെയാണ് അപകടം. കനത്ത മഴയെ തുടർന്ന് CG റോഡിന് സമീപം സ്കൂട്ടർ നിർത്തിയ ശേഷം മകൾ ധരിച്ചിരുന്ന മഴക്കോട്ട് തിരികെ വാങ്ങാനാണ് സിന്ധു ബസ് സ്റ്റോപ്പിലേക്ക് പോയത്. പുതുക്കാട് സ്റ്റാൻഡിൽ നിന്നെടുത്ത ബസ്സായതുകൊണ്ട് ഒരു യാത്രക്കാരി മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത്. നിയന്ത്രണം വിട്ട ബസ് ഓട്ടോ സ്റ്റാൻഡിനിടയിലൂടെ പാഞ്ഞുകയറി ചായക്കട പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. കടവല്ലൂർ പാടത്ത് കാർ തോട്ടിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് റോഡരികിലെ ഡിവൈഡറിൽ ഇടിച്ച ശേഷം തോട്ടിലേക്ക് മറിഞ്ഞത്. വാഹനം ഓടിച്ചിരുന്ന മലപ്പുറം വളാഞ്ചേരി കുളത്തൂർ അമ്പലപ്പടി പനീരി വീട്ടിൽ ജാബിർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇടിയുടെ ആഘാതത്തിൽ ഡ്രൈവർ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടിയതിനാൽ ദുരന്തമൊഴിവായി. വിവരമറിഞ്ഞ് കുന്നംകുളം ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തോട്ടിൽ ശക്തമായ ഒഴുക്കുള്ളതിനാൽ വാഹനം പാലത്തിന്റെ അടിയിൽ കുടുങ്ങിയ നിലയിലാണ്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ വാഹനം പുറത്തെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. കാർ പുറത്തെടുക്കാനുള്ള ശ്രമം ചൊവ്വാഴ്ച തുടരും. കുട്ടിക്കർഷകർക്ക് പിന്തുണയും പ്രോത്സാഹനവുമായി സർക്കാർ. കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് നൽകുമെന്ന് കൃഷിമന്ത്രി T. സിദ്ദിഖ് അറിയിച്ചു. ജില്ലയിലെ കോൾ മേഖല കർഷക പ്രതിനിധികളുടെ വാർഷിക പൊതുയോഗം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അഗ്രി സ്റ്റാർട്ടപ്സും അഗ്രി ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് ചെറിയ മേഖലകൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും താരതമ്യേന കുറഞ്ഞാണ് കാർഷിക വൃത്തിയിലുള്ളതായിരിക്കുന്ന ചെറുപ്പക്കാരുടെ പങ്കാളിത്തമുണ്ട്. അത് പുനഃക്രമീകരിച്ചെടുക്കുന്നതിന്റെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും കാർഷിക ക്ലബ്ബുകൾ കതിർ എന്ന പേരിൽ ആരംഭിക്കാനുള്ള ഒരു പുതിയ തീരുമാനമെടുത്തു സർക്കാർ. അതിൽ നോഡൽ ടീച്ചറും അതിനൊരു കമ്മിറ്റിയും ഉണ്ടാകും. കോൾ നിലങ്ങളിലെ കൃഷിയുടെ പൂർണ്ണതയ്ക്ക് ആവശ്യമായ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പുവരുത്തും. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനം ഈ കാര്യത്തിൽ ഉണ്ടാകണം. ആ ഏകോപന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്താനും കോൾ നിലങ്ങളുടെ കൃഷി പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ ഇടപെടലും ഉണ്ടാകും എന്ന് ആമുഖമായി നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. സ്വകാര്യ പൊതുമേഖലയിലെ തരിശുഭൂമി തിട്ടപ്പെടുത്തി കോർപ്പറേറ്റ് സ്വകാര്യ പൊതുമേഖല ഏകോപനത്തിലൂടെ തരിശുരഹിത കൃഷിക്കായി ബൃഹത് പദ്ധതിയാണ് വകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. ഇതിലൂടെ സംസ്ഥാനം കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിലേക്ക് ചുവടുവെക്കുമെന്നും മന്ത്രി പറഞ്ഞു. ടൗൺഹാളിൽ നടന്ന യോഗത്തിൽ കളക്ടർ ശിഖ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രി OJ ജനീഷ്, MLA തോമസ് ഉണ്ണിയാടൻ, വകുപ്പുതല ഉദ്യോഗസ്ഥർ, വിവിധ കോൾപ്പടവ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നിശ്ചയിച്ച സമയം പിന്നിട്ടിട്ടും യോഗം തുടങ്ങാൻ വൈകിയതിൽ ചിലർ വേദിയിലെത്തിയവരെ കൂവിയാണ് വരവേറ്റത്. കൂടാതെ കർഷക പ്രതിനിധികൾ ചേരിതിരിഞ്ഞ് അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ ശ്രമിച്ചത് പ്രതിഷേധത്തിനും അസ്വാരസ്യങ്ങൾക്കും വഴിവെച്ചു. ഇതോടെ മന്ത്രിക്ക് ഇടപെടേണ്ടിയും വന്നു. കയ്യടി വേണ്ട. നേരത്തെ കൂകിയിട്ടുണ്ട് ഒരാള്. ഇതൊന്നൊരു മീറ്റിംഗിന്റെ ഒരു ചിട്ടവട്ടത്തിന് ഉചിതമാണ്. ഇവിടെ കർഷകരുടെയും കർഷകന്റെ താല്പര്യങ്ങളും മാത്രമേ സംസാരമുള്ളൂ. വേറെ ഒരു സംസാരമില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് പരിഹരിക്കാനും സംസാരിക്കാനും. അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി. മറ്റ് നിയമപ്രശ്നങ്ങളും കോടതിയും വ്യവഹാരവും മറുപടിയും അതിലേക്ക് പോണ്ട. നെല്ല് സംഭരണം, നെല്ലിന്റെ വില കിട്ടാത്തത്, കുമ്മായം ലഭ്യമാകാത്തതിലെ പ്രതിസന്ധി, പമ്പിംഗ് സബ്സിഡി, രാസവളം ലഭ്യത, ചണ്ടി കുളവാഴ നീക്കം, കാലാവസ്ഥ വ്യതിയാന ഇൻഷുറൻസ് കുടിശ്ശിക, ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ തുടങ്ങി മേഖലയിലെ വിഷയങ്ങളെല്ലാം കർഷക പ്രതിനിധികൾ യോഗത്തിൽ മന്ത്രിയെ ധരിപ്പിച്ചു. തുടർന്ന് പുതിയ കമ്മിറ്റി ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. TCV തൃശൂർ. തൃശൂർ കുറുപ്പം റോഡിലെ കോർപ്പറേഷന്റെ നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞ വ്യാപാരികൾ. കാനയ്ക്ക് മുകളിലെ കോൺക്രീറ്റിംഗ് അശാസ്ത്രീയമെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. നടപ്പാത നിർമ്മാണമെന്നായിരുന്നു മേയറുടെ വിശദീകരണം. സ്വരാജ് റൗണ്ട് മുതൽ ചെട്ടിയങ്ങാട് ജംഗ്ഷൻ വരെയുള്ള റോഡിലെ കാനയുടെ സ്ലാബിന് മുകളിലാണ് 2 അടിയോളം കനത്തിൽ കോൺക്രീറ്റ് ചെയ്യുന്നത്. പൊട്ടിപ്പൊളിഞ്ഞതും കാലപ്പഴക്കം ചെന്നതുമായ സ്ലാബുകൾ ധാരാളമാണിവിടെ. ഇങ്ങനെയുള്ള പ്രദേശത്തെ പഴകിയ സ്ലാബിന്റെ മുകളിലാണ് അതിന്റെ 4 ഇരട്ടിയിലധികം കനത്തിൽ കോൺക്രീറ്റിംഗ് നടത്തുന്നത്. ഇതോടെ സ്ലാബുകൾക്ക് ബലക്ഷയം സംഭവിക്കാനും സാധ്യതയുണ്ട്. കൂടാതെ റോഡിന് സമാനമായി ഉയരം കൂടിയ കോൺക്രീറ്റ് കൂടി വന്നതോടെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾക്കും വാഹനങ്ങൾക്കും കടക്കാൻ കഴിയാത്ത സ്ഥിതിയുമായി. ഇതോടെയാണ്
വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. റോഡ് ഉയരം കൂട്ടി കോൺക്രീറ്റിംഗ് നടത്തി പുനർനിർമ്മിച്ചതോടെ മഴവെള്ളവും മലിനജലവും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. നിലവിലെ പ്രവൃത്തികൾ അശാസ്ത്രീയമാണെന്നും വ്യാപാരികളുടെയും പ്രദേശവാസികളുടെയും ആശങ്ക അകറ്റിയുള്ള നിർമ്മാണ പ്രവൃത്തികളെ പാടുള്ളൂവെന്നും സ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് TR ഹിരന്റെ നേതൃത്വത്തിലുള്ള LDF കൗൺസിലർമാർ പറഞ്ഞു. ഇത് ആഴം കൂട്ടിക്കൊണ്ട് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ആഴം കൂട്ടാതെ നിലവിലുള്ള സ്ലാബിന്റെ മുകളിൽ തന്നെ ഏകദേശം 2 അടി ഹൈറ്റിൽ കോൺക്രീറ്റ് ചെയ്ത് പോവുകയാണ്. ആ കോൺക്രീറ്റ് താങ്ങാനുള്ള ശേഷി നിലവിലുള്ള സ്ലാബിന് അവിടെ ഇല്ല. അത് പഴയതാണ്. ഈ കടകളിൽ നിന്നടക്കം വരുന്ന പെയ്ത്ത് വെള്ളം പോകാനായിട്ട് സംവിധാനം അവിടെ ഒരുക്കിയിട്ടില്ല. കടകളിലേക്ക് കയറുന്നതിനോ അവർക്ക് റോഡുകളിലേക്ക് കയറുന്നതിനോ വേണ്ടിയിട്ട് സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഈ കാനയ്ക്കകത്ത് എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നിപ്പോൾ നിലവിലുള്ളത്. അത്തരം സംവിധാനങ്ങൾ ഒന്നുമില്ലാതെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത് അടിയന്തരമായിട്ട് ഒരു പുനർവിചിന്തനം നടത്തേണ്ടതായിട്ടുള്ള കാര്യമാണ്. എന്നാൽ കാന നിർമ്മാണമല്ല, നടപ്പാത നിർമ്മാണമാണ് നടക്കുന്നതെന്ന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അറിയിച്ചു. കാനയിലെ ഒഴുക്ക് തടസ്സപ്പെടാതെയും തടസ്സങ്ങൾ ഉണ്ടായാൽ പരിഹരിക്കുന്നതിനാവശ്യമായ ഗ്രില്ലുകൾ സ്ഥാപിച്ചുമാണ് പ്രവൃത്തികൾ നടക്കുന്നതെന്നും മേയർ പറഞ്ഞു. വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾക്കും വാഹനങ്ങൾക്കും കടക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കി നൽകുമെന്നും മേയറും എഞ്ചിനീയറിംഗ് വിഭാഗവും വിശദീകരിച്ചു. നിലവിൽ റോഡിന്റെ ഒരു വശത്ത് മാത്രമാണ് കോൺക്രീറ്റിംഗ് നടക്കുന്നത്. വൈകാതെ മറുഭാഗത്തും ഇത്തരത്തിൽ നടപ്പാത നിർമ്മിക്കാനാണ് തീരുമാനം. കൂനിന്മേൽ കുരു കണക്കെയാണ് ഇപ്പോൾ കുറുപ്പം റോഡിലെ വ്യാപാരികളുടെയും യാത്രക്കാരുടെയും അവസ്ഥ. ഒന്നിനു മുകളിൽ ഒന്നായി പണിയുമ്പോഴും അതെല്ലാം അവർക്ക് വിപത്തായി മാറുകയാണ്. കുറുപ്പം റോഡിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വെലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. ദേശീയപാത പുതുക്കാട് ജംഗ്ഷനിൽ ഗതാഗതം സുഗമമാക്കുന്നതിനും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും നിർദ്ദിഷ്ട മേൽപ്പാലം പൂർണ്ണമായും തൂണുകളിൽ പണിയണമെന്ന് പുതുക്കാട് ചേർന്ന യോഗം ആവശ്യപ്പെട്ടു. ആമ്പല്ലൂർ അടിപ്പാത, പുതുക്കാട് മേൽപ്പാല നിർമ്മാണം എന്നിവ സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിന് KK രാമചന്ദ്രൻ MLAയുടെ ആവശ്യപ്രകാരം ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്തതായിരുന്നു യോഗം. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി കളക്ടർ M. ബിപിൻ കുമാർ, ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർ അൻസിൽ ഹസൻ, തൃശൂർ റൂറൽ അഡീഷണൽ SP VA കൃഷ്ണദാസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ VT വിജയലക്ഷ്മി, രതി ബാബു, ഭാഗ്യവതി ചന്ദ്രൻ, മീന മദനൻ, പുതുക്കാട് SHO ആദം ഖാൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പുതുക്കാട് സെന്ററിന്റെ വികസനത്തിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടണമെന്ന് യോഗത്തിൽ ആവശ്യമായിരുന്നു. സർവീസ് റോഡുകളുടെ പണി പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം മേൽപ്പാലം പണി ആരംഭിച്ചാൽ മതിയെന്നും യോഗം നിർദ്ദേശിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നഷ്ടപരിഹാര തുകയ്ക്ക് സ്പോൺസറെ കണ്ടെത്താൻ നീക്കവുമായി ദേവസ്വം ബോർഡ്. ഏകദേശം 600 കോടി രൂപ നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്നാണ് കണക്ക്. ക്ഷേത്ര വികസനത്തിന്റെ ഭാഗമായ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അവസാന ഘട്ടത്തിലാണ്. പദ്ധതിയുടെ ഭാഗമായി ആകെ 6.82 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. ഇതിൽ 160 കെട്ടിടങ്ങളും 22 കുടുംബങ്ങളുമാണ് ഉൾപ്പെടുന്നത്. ഇവർക്ക് നഷ്ടപരിഹാരമായി നൽകേണ്ട ഏകദേശം 600 കോടി രൂപ ദേവസ്വം കെട്ടിവെക്കണം. ഈ തുകയാണ് സ്പോൺസർമാർ വഴി കണ്ടെത്താൻ ദേവസ്വം ശ്രമിക്കുന്നത്. സന്നദ്ധത അറിയിച്ച് നിരവധി പേർ ദേവസ്വത്തെ സമീപിച്ചിട്ടുണ്ടെന്ന് ചെയർമാൻ AV ഗോപിനാഥ് പറഞ്ഞു. 600 കോടി രൂപയോളം ഈ അസസ്മെന്റിന് ഉപയോഗിക്കേണ്ടി വരും എന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. ആ 600 കോടി രൂപ നമ്മളെ ദേവസ്വം ഫണ്ടിൽ നിന്ന് ചെലവാക്കുന്നതിന്റെ അപ്പുറം സോഴ്സുകൾ തിരികെ നമ്മളെ ഫണ്ടിൽ തൊടാതെ ദേവസ്വത്തിന് 1 രൂപ പോലും ചെലവാക്കാതെ മറ്റു സോഴ്സ് ഒരുപാട് ഭക്തർ വന്നിട്ട് ഇപ്പൊ സ്വർണ്ണ കിരീടങ്ങൾ 2 ആൾ കൊടുത്തു, വെള്ളി ഉരുളികൾ കൊടുത്തു. ഇതൊക്കെ ഈ ദിവസങ്ങളുണ്ടായി. അപ്പൊ ഇപ്പൊ വന്നിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ട് ഓരോന്ന് ചെയ്തു തരാ പറഞ്ഞിട്ട്. എന്നാൽ വ്യാപാരികൾ ആശങ്കയിലാണ്. കൃത്യമായ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചതിന് ശേഷമേ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കാവൂ എന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. തങ്ങളുടെ ഉപജീവനമാർഗം സംരക്ഷിക്കുന്ന തരത്തിലുള്ള പുനരധിവാസ പാക്കേജും മതിയായ നഷ്ടപരിഹാരവും ഉറപ്പാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. എല്ലാവർക്കും നിയമാനുസൃതവും അർഹവുമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കുമെന്ന് ദേവസ്വം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം മുൻകാല അനുഭവങ്ങളാണ് ഭൂമി നഷ്ടപ്പെടുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. ഓണാവധിക്ക് ശേഷം ഇത് സംബന്ധിച്ച് വ്യക്തമായ തീരുമാനമുണ്ടാകും. TCV ന്യൂസ്, ഗുരുവായൂർ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ.
പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ നഴ്സുമാരുടെ വേതന വർധനവിനായി UNA നടത്തുന്ന സമരം അവസാനിപ്പിക്കാൻ നടത്തിയ ആദ്യഘട്ട ചർച്ച പൂർത്തിയായി. UNA ഭാരവാഹികളും ആശുപത്രി മാനേജ്മെന്റും എറണാകുളം റീജിയണൽ ലേബർ ഓഫീസറുമായാണ് ചർച്ച നടത്തിയത്. ജൂബിലി മിഷൻ ആശുപത്രിക്ക് സമീപം സമരപന്തലിൽ നടന്നിരുന്ന സമരം വെള്ളിയാഴ്ച വൈകിട്ട് അത്യാഹിത വിഭാഗത്തിന്റെ കവാടത്തിലേക്ക് മാറ്റിയിരുന്നു. ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലേക്കുള്ള പ്രവേശനം തടഞ്ഞുള്ള സമരം ഹൈക്കോടതി വിലക്കിയതിനെ തുടർന്ന് തൃശൂർ ACPയുടെ നേതൃത്വത്തിൽ ആശുപത്രി അങ്കണത്തിൽ വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് സുഖദർശനം സാധ്യമാക്കുന്നതിനായി ദേവസ്വം നടപ്പാക്കുന്ന വെർച്വൽ ക്യൂ ദർശന സൗകര്യം ചൊവ്വാഴ്ച നിലവിൽ വരും. ആദ്യഘട്ടമെന്ന നിലയിൽ മണിക്കൂറിൽ 300 ഭക്തർക്ക് ഓൺലൈൻ വഴി ദർശനം സാധ്യമാകും. പരീക്ഷണാടിസ്ഥാനത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ദർശനം. ദിവസവും 8 മണിക്കൂർ വെർച്വൽ ക്യൂ ദർശനമുണ്ടാകും. പ്രതിദിനം 2400 ഭക്തർക്ക് ദർശന സൗകര്യം ലഭിക്കും. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും വൈകിട്ട് 4 മുതൽ 6 വരെയും ഈ സൗകര്യമുണ്ടാകും. ഓഗസ്റ്റ് മാസത്തെ വെർച്വൽ ക്യൂ ദർശനത്തിന്റെ ബുക്കിംഗ് പൂർത്തിയായി. സെപ്റ്റംബറിലെ ഓൺലൈൻ ബുക്കിംഗ് വൈകാതെ തുടങ്ങുമെന്ന് ദേവസ്വം അറിയിച്ചു. ദേവസ്വത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ് നടത്തുന്നത്. കൊറിയർ സർവീസ് വഴി കഞ്ചാവ് കടത്തിയ കേസിൽ ഒരു പ്രതിയെ കൂടി ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് അലനല്ലൂർ സ്വദേശി പാലക്കാത്തൊടി വീട്ടിൽ അഭിഷേകാണ് പിടിയിലായത്. ഹൈദരാബാദിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സബ് ഇൻസ്പെക്ടർമാരായ അമൽ ജോയ്, ജെയ്സൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേസുമായി ബന്ധപ്പെട്ട് 3 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരിമരുന്നുമായി അറസ്റ്റിലായ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി. പുല്ലുറ്റ് നാരായണമംഗലം സ്വദേശി മുണ്ടോലി വീട്ടിൽ അമ്പാടി എന്ന് വിളിക്കുന്ന അക്ഷയനെയാണ് തൃശൂർ റൂറൽ പോലീസ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് ജയിലിലാക്കിയത്. കളക്ടർ ശിഖ സുരേന്ദ്രനാണ് കാപ്പ ചുമത്തി ഉത്തരവിട്ടത്. UDF സർക്കാരിന്റെ പുതുക്കിയ ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന മാർച്ചിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഓഫീസിലേക്ക് LDF പ്രവർത്തകർ മാർച്ച് നടത്തി. ധർണ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി KB സുമേഷ് അധ്യക്ഷനായി. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം K രവീന്ദ്രൻ, കോൺഗ്രസ് S ജില്ലാ പ്രസിഡന്റ് CR വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. മരത്താക്കരയിൽ ഹോട്ടൽ ജീവനക്കാരുടെ ബാഗിൽ നിന്നും 5000 രൂപയും മൊബൈൽ ഫോണും കവർന്ന പ്രതിയെ ഉല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറ്റപ്പാലം തിരുമിറ്റക്കോട് സ്വദേശി പള്ളങ്ങൽ വള്ളപ്പിൽ വീട്ടിൽ അൻവർ സാദിഖാണ് അറസ്റ്റിലായത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ഇൻഫർമേഷൻ സെന്റർ 1ാം പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് പുതിയ ടിക്കറ്റ് വിതരണ കേന്ദ്രത്തിന് എതിർവശത്ത് പ്രവർത്തനം ആരംഭിച്ചു. പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇൻഫർമേഷൻ സെന്റർ മാറ്റിയത്. ഇനി വാണിജ്യം. ഓൺലൈൻ വസ്ത്രവിപണിയിലേക്ക് ഇനി ARKയും വെസ്റ്റേൺ ഗൗണുകളുടെ ശേഖരവുമായി ARKയുടെ ഓൺലൈൻ സ്റ്റോർ തൃശൂർ കാളത്തോട് പ്രവർത്തനം ആരംഭിച്ചു. കാളത്തോട് സെന്ററിൽ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിന് എതിർവശത്തായി ആരംഭിച്ച ARK സ്റ്റോറിൽ വെസ്റ്റേൺ ഗൗൺസ്, നൈറ്റ് പൈജാമ സെറ്റുകൾ, ഷോർട്ട് സെറ്റുകൾ എന്നിവയുടെ വിപുലമായ കളക്ഷനുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. കൂടാതെ ഗർഭിണികൾക്ക് ഉപയോഗിക്കാവുന്ന വസ്ത്രങ്ങളും ARKയുടെ സ്വന്തം യൂണിറ്റിൽ നിർമ്മിക്കുന്ന വസ്ത്രങ്ങളുടെ പ്രത്യേക ശേഖരവും സ്റ്റോറിൽ ഒരുക്കിയിട്ടുണ്ട്. നോർമൽ സൈസുകൾക്ക് പുറമെ പ്ലസ് സൈസുകളും ലഭ്യമാണ്. എല്ലാത്തരം വസ്ത്രങ്ങളും 400 രൂപയിൽ താഴെ വിലയ്ക്ക് സ്വന്തമാക്കാം എന്നതാണ് ARKയുടെ സവിശേഷത. 2007 മുതൽ വസ്ത്ര വിപണന രംഗത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ അബ്ദുൾ റഷീദ് കാളത്തോടാണ് ARKയുടെ സാരഥി. ഓഫ്ലൈൻ ഷോപ്പുകളുടെ വിജയപാരമ്പര്യത്തിൽ നിന്നുള്ള ഊർജം കൈമുതലാക്കിയാണ് ARK തങ്ങളുടെ ആദ്യ ഓൺലൈൻ സ്റ്റോർ ജന്മനാട്ടിൽ തന്നെ ആരംഭിച്ചത്. നമ്മുടെ ഓൺ പ്രൊഡക്ഷനാണ് നമ്മൾ കൂടുതൽ ഈ ഓൺലൈൻ സ്റ്റോറിൽ നമ്മൾ എയിം ചെയ്യുന്നത്. നൈറ്റ് ഗൗൺ, നൈറ്റ് സെറ്റ്, ഷോർട്ട് സെറ്റ് അങ്ങനത്തെ 3 ഐറ്റത്തിന്റെ വിവിധ മോഡലുകളാണ് നമ്മൾ എയിം ചെയ്യുന്നത്. ഓൺ പ്രൊഡക്ഷൻ ഒരു 3 ഐറ്റം ഉണ്ട്.
അതിൻ്റെ സർപ്ലസിലുള്ള ഐറ്റംസും നമ്മളിവിടെ ഓൺലൈൻ ചെയ്യാൻ നമ്മൾ ഇതുവരെ ഓഫ്ലൈനിൽ നിറയെ ആൾക്കാർ സഹകരിച്ചിട്ടുണ്ട്. ഇനിയും ഇതുപോലെ ഓൺലൈൻ സ്റ്റോറിനും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വളർന്ന നാടും നമ്മളെ വളർത്തിയ ആൾക്കാരും ഒക്കെ ഇവിടെയാണ്. അപ്പോൾ ഹോം ടൗണിൽ നിന്ന് ഒരു പ്രൊജക്റ്റിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഡെയിലി വെയർ വസ്ത്ര വിപണന രംഗത്ത് തൃശൂർ, പാലക്കാട് ജില്ലകളിലായി 5ഓളം സ്ഥാപനങ്ങൾ ARKയുടേതായി പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,220 രൂപ, പവന് 1,05,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം, സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. 7 വീടുകൾ പൂർണ്ണമായും 102 വീടുകൾ ഭാഗികമായും തകർന്നു. 54 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ചയും അവധി. കനത്ത മഴയെ തുടർന്ന് മനക്കൊടി, പുള്ള്, കോടന്നൂർ, നെടുപുഴ റോഡുകളിൽ വെള്ളം കയറി. പൊതുമരാമത്ത് വകുപ്പ് ഈ വഴിയുള്ള ഗതാഗതം നിരോധിച്ചു. ചൂരക്കാട്ടുകര, തീയം, പാടശ്ശേരി റോഡിലും വെള്ളം കയറി. പുതുക്കാട് KSRTC ബസ്സിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കാഞ്ഞൂർ സ്വദേശിനി സിന്ധുവാണ് മരിച്ചത്. അപകടം മകളെ ബസ് കയറ്റിവിട്ട ശേഷം സ്കൂട്ടറിനടുത്തേക്ക് വരുന്നതിനിടെ കടവല്ലൂർ പാടത്ത് കാർ നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞു. കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് നൽകുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി T. സിദ്ദിഖ്. കോൾ നിലങ്ങളിലെ കൃഷിയുടെ പൂർണ്ണതയ്ക്ക് ആവശ്യമായ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പുവരുത്തുമെന്നും മന്ത്രി. തൃശൂർ കുറുപ്പം റോഡിലെ കോർപ്പറേഷന്റെ നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞ് വ്യാപാരികൾ. കാനയ്ക്ക് മുകളിലെ കോൺക്രീറ്റിംഗ് അശാസ്ത്രീയമെന്ന് പ്രതിപക്ഷം. നടപ്പാത നിർമ്മാണമെന്ന് മേയറുടെ വിശദീകരണം. പുതുക്കാട് സെന്റർ വികസനത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടണമെന്ന ആവശ്യം ശക്തം. സർവീസ് റോഡുകളുടെ പണി പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം മേൽപ്പാലം പണി ആരംഭിച്ചാൽ മതിയെന്നും നിർദ്ദേശം. ഗുരുവായൂർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിൽ നഷ്ടപരിഹാര തുകയ്ക്ക് സ്പോൺസറെ കണ്ടെത്താൻ നീക്കവുമായി ദേവസ്വം ബോർഡ്. നഷ്ടപരിഹാരം നൽകേണ്ടി വരിക 600 കോടിയോളം രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.